ഞാൻ നോക്കും ജാസിന്റെ കുട്ടിയുടെ വേണ്ടി ഞാനൊരു ബാഗ് കൊണ്ടുപോകുന്നു മകൾ. ജാസിക്ക് കാണാൻ വേണ്ടി വന്ന് പാവം ഞാൻ സഹിക്കുന്ന വേദന ഇപ്പൊ നീ സഹിക്കൂ. അയ്യോ കണ്ടിട്ട് കുളിച്ചിട്ട് വന്ന ഒരു പെണ്ണ് എത്ര ഫെയറാണ്, എന്റെ സുന്ദരി അല്ലേ. ഞാൻ കണ്ടിട്ട് ഇപ്പൊ തുടങ്ങും ആൾക്കാർ കൊച്ചു പെണ്ണ് നീ മിണ്ടായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മളുടെ എല്ലാം സോഷ്യൽ മീഡിയയിലെ കിരീടം വെക്കാത്ത രാജ്ഞി, അതെ ജാസി താത്ത, നമ്മളുടെ സ്വന്തം ജാസി താത്തായുടെ സർജറി കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ജാസി താത്ത റെസ്റ്റിലാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു വ്ലോഗ് വന്നപ്പോണ്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചുരണ്ടിയെടുത്ത് വീഡിയോയിലേക്ക് കിടക്കാം. ആരും സ്കിപ്പ് അടിച്ച് പോകല്, മാക്സിമം വീഡിയോ അവസാനം വരെ കാണുക. നമ്മളൊന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. പോണത് അപ്പോൾ ജാസി ഉറങ്ങണം, ആദ്യം നമുക്ക് ജാസിനെ എണീപ്പിച്ചു വിടാം. ഓക്കെ, എണീച്ചോ? എണീച്ചോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി, വേദന ഉണ്ടായിരുന്നു അല്ലേ? എണീക്കണ്ടേ? യൂട്യൂബ് വീഡിയോ എടുക്കാം. കല്യാച്ചളേ, പിന്നെ ആദ്യം നമുക്ക് ജാസിനെ എണീപ്പിക്കാം. ഓക്കെ, കിടക്കുന്ന ജാഷിയെ ഉണർത്താൻ പോകുന്ന ആഷിഖിന്റെ ആ ഒരു മൂവ്മെന്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആരും കണ്ണെടുക്കരുത്, ഇമപെട്ടാതെ നോക്കിയിരിക്കുക. ആ രംഗം വരാൻ പോവുകയാണ്. വരട്ടെ. ഓക്കെ ഓക്കെ വരട്ടെ. വാഷ്റൂമിലേക്ക് ഫസ്റ്റ് ജാസ്തി വാഷ്റൂമിലേക്ക്. ഓക്കെ അല്ലേ? പല്ലേക്കല്ലേ? പല്ലേച്ചിട്ട് വരാം. അങ്ങനെ വല്ലച്ചാലും ജാസി താത്തായി എണീപ്പിച്ചിരിക്കുകയാണ്. ആ മുടിയൊക്കെ പിന്നിട്ടേക്കുന്നുണ്ട് രണ്ട് സൈഡിലോട്ടും. അംഗനവാടി പോകുന്ന പിള്ളേർക്ക് പിന്നിട്ട് കൊടുക്കുന്ന പോലെ ഉണ്ട്. കൊള്ളല്ലയോ? ഈ കൈ എന്തെങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. മറ്റേ ഇല്ല അഴകിയ രാവണ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് കൈ വെച്ചേക്കും. ഇനി അതുപോലെ വല്ലതും ആണോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ബാക്കി കാണാം നമുക്ക്. രാവിലെ എൻ്റെ ചായ കുടിക്കും. പിന്നെ ഇതാ എന്നത്തെ പോലെ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആഷിക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനാണോ. പുട്ടും പഴം പുഴുങ്ങിയതും അതേപോലെ എന്താ കടലക്കറി. പുട്ടും പയം പുഴുങ്ങിയതും കേട്ടോ, കടലക്കറിയുക. ശ്രീലക്ഷ്മി കൂട്ടുകാരി ഉണ്ടാക്കി കൊടുത്തതാണ്. നല്ല കാര്യം, സഹായിക്കട്ടെ. സർജറി ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കില്ല, അന്നേരം പിന്നെ ആ ഒരു സഹായം വേണം. ആദ്യം എന്താ വെച്ചാൽ ഞാൻ ചായയും ബന്നുമാണ് ആദ്യം കഴിക്കുക. കാരണം എനിക്ക് അത്ര ഹെവി ഫുഡ് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. കാരണം ബാത്റൂമിൽ പോകുന്നത് തുടങ്ങിയിട്ടില്ല. അത് ഓൾറെഡി സർജറിക്ക് അവർ ഇതാക്കുമല്ലോ. അപ്പം ബാത്റൂമിൽ പോകാനുള്ള അതായത് 2 ഉള്ള സംഭവം ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെവി ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ ഓൾറെഡി എന്തായാലും ജാസി താത്താക്ക് അപ്പിയിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ പുട്ടും പഴം പുഴുങ്ങിയതും തിന്നുന്നുണ്ട്. അപ്പോൾ ഹെവി അല്ല, ഇല്ല ലൈറ്റ് ഭക്ഷണമോ, കുഴപ്പമില്ല. ഈ കൈ ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ആ നൈറ്റ് ചുളുങ്ങാതിരിക്കാനാണെന്ന് തോന്നുന്നു. അത് ഞാൻ അങ്ങനെ നടന്നു. ലാസ്റ്റ് അങ്ങനെ ആയിപ്പോ ദിലീപിൻ്റെ പോലെ ആയിപ്പോ. എനിക്ക് ഈ ജസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കണോട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ. നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ചില കാരണം ഞാൻ പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറിയെന്ന്. ഒരിക്കലും അത് ആവില്ലെന്ന് എനിക്കറിയാം. കണ്ട ആശി തന്നെ പറയുന്നുണ്ട്, എന്താ ഇത്ര റിസ്ക് എടുത്തിരിക്കുന്നത്. അതിപ്പം നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പം ഈ ഇരുത്ത കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞതെന്ന് നാട്ടുകാർ പിന്നെ കമൻ്റ് ഇടുന്നതിന് സംശയമുണ്ടോ. ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ. ആരങ്ങനെ ചോദിച്ചാൽ ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണെന്ന്? അത് മോശം കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കല്ല്.
ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പുതിയ രീതിയിലേക്ക് ജാസി താത്തായി തന്നെ വന്നേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം എന്തിൻ്റെ സർജറിയാണ് കഴിഞ്ഞതെന്ന് ആരും ചോദിക്കരുതേ. ബാക്കി കാണാം നമുക്ക്. കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെ കുറേ ആൾക്കാർ ട്രോളുന്ന് ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ. അപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആൾ? ഇതിന് മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ റെനയാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവരേത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം നല്ല കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷനല്ലേ. നടക്കട്ടെ. ഇപ്പം നമ്മൾ എനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ പേര് വീണ്ടും ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ, വളരെ നല്ല കാര്യം. അത് ഞാൻ നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറയുന്ന പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഗുണമേ ഉള്ളൂ, എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ജാസിയെ ഈ ട്രാൻസ്ജെൻഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരും അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ജാസി പറയുന്നത് ജാസി ഇത്ര ഫേമസ് ആയി നിൽക്കുന്നത് കൊണ്ട് അവർക്കെല്ലാവർക്കും കുശുമ്പാണ് എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്ന കഥ മറ്റൊന്നാണ്. എന്തായിരുന്നാലും കൊള്ളാം. ഇനിയിപ്പം യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു നടിയുടെ വരവാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. പണ്ട് ഞാൻ നോക്കൂ ജാസിന്റെ കുട്ടിയുടെ വേണ്ടി ഞാനൊരു ബാഗ് കൊണ്ടുപോകുന്നു മകൾ. താമസായിട്ട് ജാസിന്റെ മേക്കപ്പ് കിട്ടാന്ന് ഞാൻ ജാസിക്ക് കാണാൻ വേണ്ടി വന്ന്. പാവം ഞാൻ സഹിക്കുന്ന വേദന ഇപ്പൊ നീ സഹിക്ക്. അയ്യോ, ഇത്രയും മേക്കപ്പിനകത്ത് ഇടാൻ വേണ്ടി അവിടെ എന്തോ സമൂഹ വിവാഹം വല്ലതും നടക്കുന്നുണ്ട്. ഈ പെട്ടി നിറച്ച് മേക്കപ്പ് കൊണ്ടുവരാൻ എന്തുവാടെ ഇത്? സിനിമാ താരങ്ങൾക്കില്ലാത്ത മേക്കപ്പ് സാധനങ്ങളാണോ ജാസിക്ക്? കൊള്ളാം. എന്തായാലും ജാസിയെ കൊണ്ട് കുറച്ച് കാലത്തേക്ക് ഇനി നമുക്ക് അരി മേടിക്കാനുള്ള വകുപ്പ് കിട്ടുമെന്ന് തോന്നുന്നു. ഇനി ഈ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും വീഡിയോയുടെ പൊടിപൂരമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയും ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. താങ്ക്